ദിസ് ഇസ് കേരള. ഇതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായോണ്ടല്ല. അതായത് ലോകത്തിലെ ഏറ്റവും ഫസ്റ്റ് ഡെമോക്രാറ്റിക് ആയിട്ട് എലക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിലാണ്. അപ്പോൾ അത് ഒരു വൺ ഓഫ് ദ ഒരു കീ പോയിന്റാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മൂന്നാർ ടീ പ്ലാന്റേഷൻസ്. അത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആൻഡ് വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീ പ്ലാന്റേഷനാണ്. ഇപ്പോൾ ആസാമിൽ ടീ പ്ലാന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ റുവാണ്ടയിലുണ്ട്, പല രാജ്യത്തുണ്ട്. ബട്ട് കേരളത്തിലെ മൂന്നാറിലൊരു വേറെ ഒരു മൗണ്ടൻ ഹിൽ, അത് വേറെ ഒരു അമേസിങ് ടെറൈനാണ്. പിന്നെ ബാക്ക് വാട്ടേഴ്സിന് പ്രസിദ്ധിയാണ്. അഫ്കോഴ്സ് ഓഷൻ ഉണ്ട്. പിന്നെ വാഴ പഴങ്ങളിൽ, കേരളത്തിലെ പഴങ്ങൾ എന്ന് പറയുമ്പോൾ കളർ വ്യത്യാസങ്ങൾ, വലിപ്പം, കേരളത്തിലുള്ള ആ ഒരു വെറൈറ്റി അത്രയും നമുക്ക് വേറൊരു സ്ഥലത്തും കാണാൻ സാധിക്കില്ല. അത് ഈവൻ ഇന്ത്യയുടെ പാട്ടിൽ പോയാലും കേരളം വിട്ട് പുറത്തു പോയി ആകെ മോറീസ് പച്ച ഒരു പഴം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബട്ട് കേരളത്തിൽ പല തരത്തിലുള്ള ഇത്. പിന്നെ അഫ്കോഴ്സ് കേരളത്തിൻ്റെ മറ്റൊരു പേര്, ഒന്ന് കേര എന്ന് പറഞ്ഞാൽ കോക്കനട്ട്, അളം മീൻസ് ലാൻഡ്. അപ്പോൾ ലാൻഡ് ഓഫ് കോക്കനട്ട് എന്ന് പറയും, ചേരളം എന്നും പറയും. പിന്നെ ഇത് കേരളത്തിലെ ട്രഡീഷണൽ മീല്. പിന്നെ അഫ്കോഴ്സ് ഇതാണ് കേരളത്തിൻ്റെ നമ്മുടെ ഡ്രസ്സ്. പിന്നെ ഓക്കെ, കേരളത്തിൽ വൺ ഓഫ് ദ ഇതെന്ന് പറയുമ്പോൾ ഫിഷ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ആ ലോകത്ത് പല രാജ്യങ്ങളിലും ഇങ്ങനെ കാണാൻ സാധിക്കില്ല. കേരളത്തിൽ മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാം. ഡെയിലി വീട്ടിൽ ആളുകൾ മീൻ കൊണ്ടുവന്ന് വിൽക്കുന്ന. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫിഷ്. പിന്നെ കേരളത്തിൽ ഇപ്പോൾ ടപ്പിയോക്ക വന്നത് ബ്രസീലിൽ നിന്നാണ്. ബട്ട് കേരളത്തിൽ മലയാളികൾക്ക് വളരെ സുപരിചിതമാണ്. അപ്പോൾ ടപ്പിയോക്ക മാത്രമല്ല, കുറെ അണ്ടർ റൂട്ടഡ് ആയിട്ടുള്ള കുറെ ക്രോപ്സ് കേരളത്തിൽ ഭയങ്കര പ്രസിദ്ധിയാണ്. നമ്മൾ കപ്പ, സ്വീറ്റ് പൊട്ടാറ്റോ, അങ്ങനെ. അപ്പോൾ അത് വൺ ഓഫ് ദ ഒരു സംഭവമാണ്. അങ്ങനെ ചെറിയത് എല്ലാം കൂടെ നമുക്ക് ഇമ്പ്രൂവ് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഹൗസ് ബോട്ട്, എലിഫന്റ്. കേരളത്തിൽ എലിഫന്റ് പെറ്റായിട്ടുള്ള ഒരു സ്ഥലം കൂടി ആയിരിക്കും. ഇത്ര ആളുകൾക്കില്ല. മാഹിൻ ഡിസൈൻ ചെയ്ത ടീഷർട്ടാണിത്. അടിപൊളി. ഞാൻ ജമിനിയുടെ ഹെൽപ്പോടി